അന്തർദേശീയ രാജ്യങ്ങളെല്ലാം ഈ നിമിഷത്ത് ഉറ്റുനോക്കുന്നത് ബ്രിട്ടനിലേക്കാണ്. ബ്രെക്സിറ്റ് കരാറുമായി ബന്ധപ്പെട്ട് നിർണായക വോട്ടെടുപ്പും ചർച്ചയുമാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. ബ്രിട്ടന്റെ ഭാവി, ഒപ്പം പ്രധാനമന്ത്രി തെരേസ മേയുടെ ഭാവിയൊക്കെ നിർണ്ണയിക്കപ്പെടാൻ പോകുന്നത് വരും നിമിഷങ്ങളിലാണ്. എന്താണ് ബ്രിട്ടീഷ് പാർലമെന്റ് വോട്ടിനിട്ട് തീരുമാനിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും ബ്രിട്ടന്റെ ഇനിയുള്ള മുന്നോട്ട് പോക്ക്. നേരത്തെ തന്നെ ലോകമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് ബ്രെക്സിറ്റ് കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണ് ബ്രെക്സിറ്റ് കരാർ യാഥാർത്ഥ്യമായാൽ ബ്രിട്ടൻ സംഭവിക്കാൻ വേണ്ടി പോകുന്ന മാറ്റങ്ങൾ, യൂറോപ്യൻ യൂണിയനിൽ വരാൻ വേണ്ടി പോകുന്ന മാറ്റങ്ങൾ, അതിൻ്റെ കരാർ എന്നതൊക്കെ സംബന്ധിച്ച് നമുക്ക് എന്തായാലും ഒന്നുകൂടി എന്താണ് ബ്രെക്സിറ്റ്, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന മാറ്റങ്ങൾ, എന്താണ് ഇന്ന് ബ്രിട്ടൻ പാർലമെന്റിൽ നടക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അത് ഓരോന്നായി എടുത്ത് നമുക്ക് പരിശോധിക്കാമെന്ന് തോന്നുന്നു. ആദ്യം തന്നെ നമ്മൾ എന്താണ് ബ്രെക്സിറ്റ് എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ബ്രിട്ടൻ്റെ വിടുതലിനെയാണ് യഥാർത്ഥത്തിൽ ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ വാക്ക് തന്നെ പ്രത്യേകതയുള്ളതാണ്. ബ്രിട്ടൻ്റെയും എക്സിറ്റിൻ്റെയും ആദ്യ വാക്കും അവസാന വാക്കും കൂടി ചേർത്താണ് ഈ ബ്രിട്ടൻ. ആ രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ബ്രെക്സിറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബ്രെക്സിറ്റ് ആണ് അത് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പിന്മാറ്റം. എന്തുകൊണ്ടാണ് ബ്രെക്സിറ്റ് എന്നുള്ളത്? അതായത് ഇത് യാഥാർത്ഥ്യമായത് 2016 ജൂൺ 22 ബ്രിട്ടനിൽ ഒരു ഹിതപരിശോധന നടന്നത്. ആ ഹിതപരിശോധനയുടെ റിസൾട്ട് അനുസരിച്ചാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറുന്നു എന്നുള്ള തീരുമാനമെടുത്തത്. അന്ന് അതിനെ 51.9% ആളുകളാണ് ബ്രിട്ടൻ ബ്രെക്സിറ്റ് വിടുന്നതിനെ പിന്തുണച്ചത്. 48.1% ആളുകൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടൻ അതിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലുണ്ടായത്. അന്ന് ആ ഹിതപരിശോധനയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകാനുള്ള നടപടികൾ ആരംഭിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് തന്നെ മറ്റ് രാജ്യങ്ങൾ, അതായത് ഇംഗ്ലണ്ടും വെയിൽസും ബ്രിട്ടനിൽ തന്നെയുള്ള ബ്രെക്സിറ്റിനെ പിന്തുണച്ചു. സ്കോട്ട്ലൻഡും അയർലൻഡും എതിർക്കുകയും ചെയ്തു. അതാണ് അവിടെ ഉണ്ടായിട്ടുള്ള അന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എന്താണ് യൂറോപ്യൻ യൂണിയൻ എന്നത് കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതായത് കുറേ അധികം രാജ്യങ്ങളുടെ, ഏകദേശം 28 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന യൂറോപ്യൻ വൻകരയിലെ 28 രാജ്യങ്ങളുടെ കൂട്ടായ്മ. 1992 ഓസ്ട്രിച്ച് ഉടമ്പടിയുടെ ഏകീകൃത രാഷ്ട്രീയ സംവിധാനം എന്നുള്ള രീതിയിലാണ് ഈ യൂണിയൻ നിലവിൽ വന്നത്. 28 അംഗരാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിൽ ഉള്ളത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, യൂറോപ്യൻ വൻകരയിലെ വലിയ ഒരു രാഷ്ട്രീയ സാമ്പത്തിക ശക്തി കൂടിയാണ് യൂറോപ്യൻ യൂണിയൻ എന്നുള്ളത്. നമുക്കറിയാം 28 രാജ്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. അവയുടെയൊക്കെ കുറേ അധികം പ്രത്യേകതകൾ ആ രാജ്യങ്ങൾക്കുണ്ട്. പരസ്പര സഹകരണത്തോടു കൂടിയൊക്കെ പ്രവർത്തിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സാമ്പത്തിക ശക്തിയായി യൂറോപ്യൻ വൻകരയിൽ മാറാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ സവിശേഷതകൾ എന്നുള്ളത് ഏകീകൃത കമ്പോളമാണ്, പൊതു നാണയമാണ്, പൊതു കാർഷിക നയമാണ്, പൊതു വ്യാപാര നയമാണ്, പൊതു മത്സ്യബന്ധന നയമാണ്. അതായത് പല കാര്യങ്ങളിലും, പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളിലൊക്കെ ഒരു ഏകീകൃത സ്വഭാവം ഈ അംഗരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അവരുടെ നാണയത്തിൻ്റെ കാര്യത്തിലായാലും സാമ്പത്തിക നയങ്ങളുടെയൊക്കെ കാര്യത്തിലായാലും ഈ 28 അംഗരാജ്യങ്ങളും പരസ്പരം സഹകരണത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ പ്രത്യേകതകളാണ്. അതായത് പല കാര്യങ്ങളിലുമുള്ള ഈ ഏകീകൃത സ്വഭാവം. ബ്രിട്ടൻ ഈ കൂട്ടായ്മയിൽ നിന്നാണ് ബ്രിട്ടൻ പുറത്തു പോകുന്നത്. അങ്ങനെ പുറത്തു പോകുമ്പോൾ അതുവരെ ബ്രിട്ടൻ പുലർത്തിയിരുന്ന അല്ലെങ്കിൽ പിന്തുടർന്നിരുന്ന കുറേ അധികം പ്രത്യേകതകൾക്ക് മാറ്റം സംഭവിക്കും. നടപടിക്രമം, ഒട്ടനവധി നടപടിക്രമങ്ങൾ ഈ ബ്രെക്സിറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. 2017 മാർച്ചിനാണ് ഇതിൻ്റെ ഈ വോട്ടെടുപ്പിന് ശേഷം ഇതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയത്. ബ്രിട്ടൻ 2019 മാർച്ച് 29 നിലവിലെ സാഹചര്യത്തിൽ ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകേണ്ടത്. അംഗരാജ്യങ്ങൾ അനുവദിച്ചാൽ ഒരുപക്ഷെ ബ്രിട്ടന് സമയം നീട്ടിക്കിട്ടും. പക്ഷേ വീണ്ടും ഒരു സമയം നീട്ടിച്ചോദിക്കാൻ ഇതുവരെ ബ്രിട്ടൻ തയ്യാറായിട്ടില്ല. യുയിലെ അംഗരാജ്യങ്ങൾ അതിനെക്കുറിച്ചൊരു ചർച്ച യഥാർത്ഥത്തിൽ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 2019 മാർച്ച് 29 തന്നെ ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകാം എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം എന്നുള്ളത്. സമയപരിധി നീട്ടുന്നതിനെക്കുറിച്ച് അവിടെ ചർച്ചകളൊന്നും തന്നെ നടക്കുന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിയമപ്രകാരം ബ്രെക്സിറ്റ് മാർച്ച് 29 ആകും ചർച്ച പുരോഗമിക്കുന്നത്. ഇപ്പോൾ ബ്രെക്സിറ്റ് കരാറിന്മേലാണ്. അതായത് ബ്രിട്ടൻ ഇതിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നിലവിൽ പിന്തുടർന്നിരുന്ന, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിലവിൽ പിന്തുടർന്നിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. അപ്പോൾ ഒരു പുതിയൊരു കരാർ ഉണ്ടാക്കിക്കൊണ്ട്, അതിൽ ധാരണയുണ്ടാക്കിക്കൊണ്ട് വേണം ബ്രിട്ടൻ അതിൽ നിന്ന് പുറത്തു പോകാൻ. ബ്രെക്സിറ്റ് വേണ്ടെങ്കിൽ, പക്ഷേ ആ കരാർ ബ്രെക്സിറ്റ് വേണ്ട എന്നാണ് വീണ്ടും തീരുമാനിക്കുന്നതെങ്കിൽ ഒരിക്കൽ കൂടി അവിടെ ജനഹിത പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, ചർച്ചകൾ, ആഴത്തിലുള്ള വിശകലനങ്ങളൊക്കെയാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നടക്കുന്നത് എന്ന് വേണം. അപ്പോൾ ഈ പുറത്തു പോകുന്നതിന് മുമ്പുള്ള ഒരു കരാർ ഉണ്ടാക്കുന്നതിനുള്ള വോട്ടെടുപ്പാണ് ഇന്ന് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ നടക്കുന്നത്.
യു ബ്രിട്ടന് താൽക്കാലിക വാണിജ്യ ബന്ധം നിർണ്ണയിക്കുന്ന കരാർ, അതായത് ഈ അംഗരാജ്യങ്ങൾക്കിടയിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പൊതു കരാറാണ് എല്ലാ വിഷയങ്ങളിലും വ്യാപാര ബന്ധങ്ങളിലും ഒക്കെ ഉണ്ടായത്. സ്വാഭാവികമായും ബ്രിട്ടൻ ഇതിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആ കരാറിലൊക്കെ മാറ്റം വരും. ഇനി എന്തായിരിക്കണം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, എങ്ങനെയായിരിക്കണം അതിൻ്റെ കരാർ എന്നത് സംബന്ധിച്ചാണ് ഇനി മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള ആഴത്തിലുള്ള ചർച്ചകളാണ് ഈ ദിവസങ്ങളിൽ അത്രയും നടന്നിട്ടുള്ളതും അതിലാണ് ഭിന്നതകൾ പരസ്പരം മറനീക്കി പുറത്തു വന്നിട്ടുള്ളതും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു കരാർ ബ്രിട്ടൻ പാർലമെൻറ്റ് അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇന്ന് രാത്രിയോടുകൂടി നമുക്ക് അറിയേണ്ടത്. അതായത് സമ്പത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ എത്ര വിഹിതം, ഇതിനോടകം ബ്രിട്ടൻ അതിലൊരു പ്രധാനപ്പെട്ട ശക്തിയായിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറാൻ യൂറോപ്യൻ യൂണിയന് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ബ്രിട്ടൻ അതിൽ നിന്ന് പോകുമ്പോൾ അവരുടെ വിഹിതം എത്രയാണ് എന്നുള്ള കാര്യമുണ്ട്. ബ്രെക്സിറ്റാനന്തരം യൂണിയനിലെ അംഗരാജ്യങ്ങളിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാരുടെ അവകാശവാദങ്ങൾ, നേരത്തെ ഈ രാജ്യങ്ങളിൽ നിന്ന് യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് യാതൊരു വിധത്തിലുമുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അല്ലെങ്കിൽ ബ്രിട്ടൻ അതിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത രാജ്യങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള നിബന്ധനകളുണ്ടോ സ്വാഭാവികമായും ബ്രിട്ടന് അതുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകൾ പാലിക്കേണ്ടി വരും. അതുമാത്രമല്ല ബ്രിട്ടൻ്റെ കുറേയധികം പൗരന്മാർ മറ്റു രാജ്യങ്ങളിൽ, യൂറോപ്യൻ യൂണിയനിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളിൽ നിലവിൽ താമസിക്കുന്നുണ്ടാകും. അപ്പോൾ അവരുടെ പൗരത്വം എങ്ങനെയാണ് എന്നതടക്കം വളരെ കലുഷിതമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ ഇനി പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടി ഇനി ബ്രിട്ടന് ഒരുപക്ഷെ പരിഹാരം കണ്ടെത്തേണ്ടത് അതുകൂടി കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടന് വേണ്ടി ഭാവി ബന്ധം ഉണ്ടാക്കണം, വ്യാപാരം, പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാക്കണം. 2018 നവംബർ 14 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആ കരാർ അംഗീകരിച്ചു. ഇനി നടക്കാനുള്ളത് ബ്രെക്സിറ്റ് കരാറിന്മേലുള്ള പാർലമെന്റിലുള്ള വോട്ടെടുപ്പാണ്. അതായത് തെരേസ മേ ഉണ്ടാക്കിയിട്ടുള്ള ആ കരാർ ബ്രിട്ടീഷ് പാർലമെന്റിലെ എത്ര അംഗങ്ങൾ, ഭൂരിപക്ഷ പിന്തുണ ആ കരാറിന് ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അത് ആ കരാറിന്മേലാണ് ഇന്ന് രാത്രി വോട്ടെടുപ്പ് നടക്കുന്നതും തെരേസ മേക്ക് വലിയ വെല്ലുവിളിയായി ആ വോട്ടെടുപ്പ് മാറും എന്ന തരത്തിലൊക്കെ വിലയിരുത്തലുകൾ വരുന്നത്. ഇനി അടുത്ത പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ബ്രെക്സിറ്റ് കരാർ അംഗീകരിച്ചാൽ പിന്നെയുള്ളത് ഒരു പരിവർത്തന സമയമാണ്. അതായത് 2020 യഥാർത്ഥത്തിൽ ഇത് പൂർണ്ണമായും പ്രാവർത്തികമാകുന്നത്. അതുവരെ ബ്രിട്ടൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള പൂർണ്ണമായും ബ്രെക്സിറ്റിന് പുറത്തേക്ക് വരുന്ന ഒരു കാലഘട്ടത്തെയാണ്, അതുവരെയുള്ള കാലഘട്ടത്തെയാണ് ഈ പരിവർത്തന കാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ പരിവർത്തന കാലത്തേക്കുള്ള ഒരു കരാറാണ് ഉണ്ടാക്കുന്നത്. 2020 ഡിസംബർ 31 വരെയാണ്, അതിനെയാണ് ഈ പരിവർത്തന കാലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കുണ്ടാക്കിയ കരാർ ഏതർത്ഥത്തിൽ അല്ലെങ്കിൽ എത്ര നിലനിൽക്കും എന്നുള്ളതാണ്. അതിന് കരാറുണ്ടാക്കിയ തെരേസ മേയുടെ ആ കരാറിന് എത്രമാത്രം പിന്തുണ ലഭിക്കും എന്നാണ് ഇനി അറിയേണ്ടത്. അതിനാണ് ഇന്നവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ വിടുതൽ കരാർ ബിൽ ഇന്ന് അവതരിപ്പിക്കും. അതിൻ്റെ പാർലമെൻറ്റ് വോട്ടിങ്ങിനും അത് പാസ്സാകണമെങ്കിൽ അവിടെ കേവല ഭൂരിപക്ഷം തെരേസ മേക്ക് ഉണ്ടാകണം. അത് ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്കറിയാനുള്ളത്. അത് വലിയ വെല്ലുവിളിയായി തെരേസ മേക്ക് മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പോലും അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഇതിനുശേഷം ഇതിന് യൂറോപ്യൻ കൗൺസിലിൻ്റെ അംഗീകാരം വേണം. ശേഷം മാർച്ച് 29 ബ്രിട്ടൻ UAE പരിവർത്തന കാലം ആരംഭിക്കും. നേരത്തെ പറഞ്ഞതുപോലെ 2019 മാർച്ച് ആണ് ഇതിൻ്റെ പരിവർത്തന കാലം യഥാർത്ഥത്തിൽ ആരംഭിക്കുക. അതിന് യൂറോപ്യൻ യൂണിയൻ അംഗീകാരം കൂടി വേണം. ഇനി ബ്രെക്സിറ്റ് കരാർ പരാജയപ്പെടുകയാണെങ്കിൽ, ഇന്ന് പാർലമെൻറ്റിൽ ഒരുപക്ഷെ അത് പരാജയപ്പെടുകയാണെങ്കിൽ 21 ദിവസത്തിനകം പുതിയ പാർലമെൻറ്റിന് മുമ്പിൽ തെരേസ മേ തന്നെ പുതിയ ബിൽ ഇക്കാര്യവുമായി അവതരിപ്പിക്കുകയും വേണം. അതിനവർ തയ്യാറാകുമോ എന്നുള്ളതാണ് അന്താരാഷ്ട്ര രംഗം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു സാധ്യത എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക, കരാറില്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ കരാറുമില്ലാതെ ബ്രിട്ടൻ ഇതിൽ നിന്ന് പുറത്തു പോകാം, അല്ലെങ്കിൽ വീണ്ടും ഒരു ജനഹിത പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് നിലവിൽ പുറത്തു പോകണമെന്നുള്ള അതവിടെ ഉണ്ട്. വീണ്ടും ഒരു ജനഹിത പരിശോധന, പുറത്തു പോകണമെന്ന കാര്യത്തിൽ ഒരു ജനഹിത പരിശോധന വീണ്ടും നടക്കാം, അല്ലെങ്കിൽ കരാറിന്മേൽ വീണ്ടും ചർച്ച നടക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നു. പക്ഷേ അതിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം. ഇതിലൊരു മാറ്റം വേണം നിലവിലുണ്ടാക്കിയ കരാറിൽ എന്നടക്കമുള്ള ചർച്ചകളിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാധ്യത ബ്രിട്ടനിലുണ്ട്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ മേ കൊണ്ടുവന്ന ഈ കരാർ അമ്പേ പരാജയമാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം പോലും പ്രതിപക്ഷ കക്ഷികൾ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരേസ മേയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് പാർലമെൻറ്റിൽ നടക്കുന്ന വോട്ടെടുപ്പ്. അവരുടെ അവസാന പ്രതികരണം കൂടി വന്നതും അതുതന്നെയാണ്. നമുക്ക് എന്തായാലും തെരേസ മേയെ ഏത് രീതിയിലാണ് ഇത് ബാധിക്കുക എന്ന കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. തെരേസ മേയെ സൂചിപ്പിച്ച പോലെ അവരുടെ പിന്തുണ എന്നുള്ളത് നിലവിൽ 650 അംഗങ്ങളാണ് ബ്രിട്ടൻ പാർലമെൻറ്റിൽ ഉള്ളത്. ആ 650 അംഗങ്ങൾ ആണ് ഇന്നത്തെ വോട്ടെടുപ്പിൽ പങ്കെടുക്കുക. കരാർ പാസ്സാക്കാൻ 320 അംഗങ്ങളുടെ പിന്തുണ വേണം. അത് തെരേസ മേക്ക് 320 അംഗങ്ങളുടെ പിന്തുണ വേണം അവർ കൊണ്ടുവന്ന ആ കരാർ പാസ്സാകണമെങ്കിൽ.
ഇനി അവിടുത്തെ കക്ഷിനില, ബ്രിട്ടനിലെ പാർലമെന്റിലെ കക്ഷിനില നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. കൺസർവേറ്റീവ് പാർട്ടിക്ക് 317 ഡെമോക്രാറ്റിക് യൂണിയനിസ്റ്റ് പാർട്ടിക്ക് 10 അംഗങ്ങളുണ്ട്. ലേബർ പാർട്ടിക്കാണെങ്കിൽ 256 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. സ്കോട്ടിഷ് നാഷണൽ പാർട്ടിക്ക് 35 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. അപ്പോൾ ലേബർ പാർട്ടി വളരെ ശക്തമാണ്. അവരാണ് ഇപ്പോൾ ഈ കരാറിനെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും ഇതിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നത്. മറ്റ് പാർട്ടികളുടെ കക്ഷിനില എങ്ങനെയാണ്? ഐറിഷ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് 7 സീറ്റാണ്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 4, ഗ്രീൻ പാർട്ടിക്ക് 1, സ്വതന്ത്ര 8 പേരുമുണ്ട്. ഇങ്ങനെയാണ് അവിടുത്തെ കക്ഷിനില. അതിൽ നിന്നാണ് തെരേസ മേയ്ക്ക് പിന്തുണ ലഭിക്കേണ്ടതും ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് എന്നാണ്. വലിയ തരത്തിലുള്ള ഉൾപാർട്ടി, അതായത് ഈ കക്ഷികളെല്ലാവരും നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ വോട്ട് ചെയ്യണം എന്നവിടെ ഇല്ല. പലതരത്തിലുള്ള ഉൾപാർട്ടി ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. തെരേസ മേയുടെ പാർട്ടിയിലെ അംഗങ്ങൾ പോലും എതിർത്ത് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വരുന്നത്. അതായത് കൺസർവേറ്റീവ് പാർട്ടിയിൽ 217 ആളുകൾ മാത്രമാണ് ഈ കരാറിനെ, തെരേസ മേ പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഈ കരാറിനെ അംഗീകരിക്കുന്നത്. 100 ആളുകൾ പ്രതികൂലമായും ചിന്തിക്കുന്നു. അതായത് സ്വന്തം പാർട്ടിക്കകത്ത് പോലും പൂർണ്ണ പിന്തുണ തെരേസ മേയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ബ്രിട്ടനിൽ നിന്ന് പുറത്തു വരുന്ന കാര്യം. ലേബർ പാർട്ടിയിലും സമാനമാണ്. പക്ഷേ അവിടെ അനുകൂലിക്കുന്ന ആളുകൾ 235, പ്രതികൂലിക്കുന്നവർ 15 ആളുകളും ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഒരുപക്ഷെ ഇനി നമ്മൾ അറിയേണ്ടത്. ലിബറൽ ഡെമോക്രാറ്റുകളാണെങ്കിൽ 10 പേർ അനുകൂലിക്കുന്നു, ഒരാളാണ് അതിനെ പ്രതികൂലിക്കുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി ഒരുപക്ഷെ ഇന്ത്യൻ സമയം നാളെ പുലർച്ചയോടുകൂടി മാത്രമേ അതിൽ വിവരമുള്ളൂ. അത് തെരേസ മേയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. അവർ പുറത്തു പോകുമോ അതോ വീണ്ടും ഈ കരാറിന്മേൽ ചർച്ച നടത്തി അത് മറ്റൊരു ദിവസത്തേക്ക് വോട്ടെടുപ്പ് മാറ്റിവെക്കുമോ എന്നതടക്കം നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തായാലും നാടകീയ സംഭവങ്ങൾ, വലിയ ഒരു വാർത്തകൾ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്ന് പുറത്തു വരും എന്നാണ് അന്തർദേശീയ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രെക്സിറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ദിനമാണ് ബ്രിട്ടീഷ് പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്.